നമസ്കാരം കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കേരള സംസ്ഥാനത്ത് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സാഹിത്യ പുരസ്കാരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് നമ്മൾ വയലാർ അവാർഡാണ് നോക്കുന്നത്. 2023 നൽകിയത് 47ാമത് വയലാർ അവാർഡായിരുന്നു. ഈ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. 47ാമത് വയലാർ അവാർഡിന് ശ്രീകുമാരൻ തമ്പിയെ അർഹനാക്കിയ കൃതി ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ജീവിതം ഒരു പെണ്ടുലമാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ആത്മകഥ കൂടിയാണ്. 1,00,000 രൂപയാണ് വയലാർ അവാർഡിൻ്റെ സമ്മാനത്തുക. കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ഒരു പുരസ്കാരവും ഇക്കൂട്ടത്തിൽ നൽകുന്നു. 2022 46ാമത് വയലാർ അവാർഡാണ് നൽകിയത്. 2022 46ാമത് വയലാർ അവാർഡ് നേടിയതാര് എന്ന് ചോദിക്കാൻ ഉത്തരം എന്താണ്? എസ് ഹരീഷാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് മീശ. വയലാർ അവാർഡ് നൽകി തുടങ്ങിയ വർഷം ഏതാണ്? 1977 പ്രഥമ വയലാർ അവാർഡ് ജേതാവ് ലളിതാംബിക അന്തർജനമാണ്. അതിന് അവരെ അർഹയാക്കിയ കൃതിയാണ് അഗ്നിസാക്ഷി. അടുത്തതായിട്ട് നമ്മൾ എഴുത്തച്ഛൻ പുരസ്കാരമാണ് നോക്കുന്നത്. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ഡോക്ടർ SK വസന്തനാണ്. കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത്. 1993 മുതലാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയത്. പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. 5 ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത്. 2023 നമ്മൾ പറഞ്ഞു SK വസന്തനാണ് പുരസ്കാര ജേതാവ്. 2022 പുരസ്കാര ജേതാവാണ് സേതു അല്ലെങ്കിൽ A സേതുമാധവൻ. 2021 പുരസ്കാരം നേടിയത് P വത്സലയാണ്. P വത്സലയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ ഇടയ്ക്ക് അന്തരിച്ച മലയാള സാഹിത്യകാരിയാണ് P വത്സല. അപ്പോൾ P വത്സലയെക്കുറിച്ച് മറ്റ് കുറച്ച് പോയിന്റ്സ് കൂടി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്താണ്? P വത്സലയുടെ ആദ്യ നോവലായിരുന്നു തകർച്ച. വയനാട്ടിലെ ആദിവാസികളുടെ ജീവിതം പ്രമേയമാക്കി P വത്സല രചിച്ച നോവൽ ഏത് എന്ന് ചോദിക്കാം. ഉത്തരം എന്താണ്? നെല്ലാണ്. നെല്ല് സിനിമയാക്കിയിട്ടുണ്ട്. നെല്ല് സിനിമയാക്കിയപ്പോൾ അത് സംവിധാനം ചെയ്തതാരാണ്? രാമു കാര്യാട്ടാണ്. നെല്ല് സിനിമയിലെ പാട്ടാണ് കദളി ചെങ്കദളി എന്നുള്ളത്. ഈയിടെ അന്തരിച്ച ഗായികയായ ലതാ മങ്കേഷ്കർ ആലപിച്ച ഗാനമാണിത്, കദളി ചെങ്കദളി എന്നുള്ളത്. 1973 P വത്സലയ്ക്ക് ആദ്യമായി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. അതിന് അവരെ അർഹയാക്കിയ കൃതിയാണ് നിഴലുറങ്ങുന്ന വഴികൾ. 2007 സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും 2019 കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വവും P വത്സലയ്ക്ക് ലഭിച്ചു. കേരള സാഹിത്യ അക്കാദമിയുടെ മുൻ അധ്യക്ഷ കൂടിയായിരുന്നു P വത്സല. P വത്സലയുടെ പ്രശസ്തമായ മറ്റൊരു നോവലാണ് ആഗ്നേയം. ആഗ്നേയത്തിലെ പ്രധാന കഥാപാത്രമായിരുന്നു നങ്ങേമ അന്തർജനം. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 1973 P വത്സല നേടിയ കൃതിയാണ് നിഴലുറങ്ങുന്ന വഴികൾ. ആ കൃതി ആരംഭിക്കുന്നത് നോക്കി നിന്ന പുളിമരം കണ്ണുനീർ വാർത്തു എന്ന വരികളിലൂടെയാണ് എന്നുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് പത്മപ്രഭ പുരസ്കാരമാണ്. 2023 പത്മപ്രഭ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രനാണ്. ഓടക്കുഴൽ പുരസ്കാരം 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാരമാണ് നൽകിയത്. പുരസ്കാര ജേതാവ് PN ഗോപികൃഷ്ണനാണ്. അതിന് അദ്ദേഹത്തെ അർഹനാക്കിയ കൃതിയാണ് കവിത മാംസഭോജിയാണ്. 2022 നൽകിയ 52ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് അംബികാസുധൻ മങ്ങാടാണ്. ആ കൃതിയുടെ പേരാണ് പ്രാണവായു. ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്. G ശങ്കരക്കുറുപ്പാണ് ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തിയത് എന്നുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഓടക്കുഴൽ പുരസ്കാരം ആദ്യമായി നേടിയതാരാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. അടുത്തത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരമാണ്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് സക്കറിയയാണ്. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് സേതു ആയിരുന്നു.
മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2001 മുതലാണ് നൽകി തുടങ്ങിയത്. പ്രഥമ ജേതാവ് തിക്കോടിനായിരുന്നു. തിക്കോടിൻ്റെ യഥാർത്ഥ പേരെന്താണ്? പി കുഞ്ഞനന്ദൻ നായർ. ഹരിവരാസനം പുരസ്കാരത്തിൻ്റെ കാര്യം പറയുമ്പോൾ 2024 ഹരിവരാസനം പുരസ്കാരം നൽകുകയുണ്ടായി. ജേതാവ് വീരമണിദാസാണ്. 2023 ഹരിവരാസനം പുരസ്കാര ജേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ശ്രീകുമാരൻ തമ്പി. 2022 ഹരിവരാസനം പുരസ്കാര ജേതാവ് ആലപ്പി രംഗനാഥ് ആയിരുന്നു. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയും പുരസ്കാരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. PSC പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. ഈ ചാനലിലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.